ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഇയറിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആവശ്യമുള്ള വലുപ്പം അനുസരിച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കമ്മൽ ഒട്ടിച്ച് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ B7000 ഗ്ലൂ ഇതേപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ബീഡ് ടാബ്ലറ്റ് ബീഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിന് ചുറ്റും ഒന്നും കൂടെ പശ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റോൺ ചെയിൻ ഗോൾഡൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നു. ആദ്യം ജസ്റ്റ് ഈ റൗണ്ടിൽ ഒന്നും മെഷർമെൻ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ഈസി. ഞാനിവിടെ കട്ട് ചെയ്യാതെയാണ് ഒട്ടിക്കുന്നത്, പക്ഷേ ഇത് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിക്കുക. ഇതേപോലെ ഗ്ലൂ ഉപയോഗിച്ചുള്ള വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം വരുന്നത് മിക്കപ്പോഴും ഈ സ്റ്റോണിൻ്റെ ഒക്കെ മുകളിലോട്ട് ചിലപ്പോൾ ആ ഗ്ലൂ കയറി ഒട്ടിപ്പിടിക്കാനും കയ്യിൽ ഒട്ടിപ്പിടിക്കാനും ഒക്കെ ഒരു സാധ്യതയുണ്ട് മിക്കപ്പോഴും. അപ്പോൾ അത് ഈ സ്റ്റോണിൻ്റെ മുകളിലേക്കൊക്കെ പശ വരുമ്പോഴത്തേനും അത് മൊത്തത്തിലൊരു വൃത്തികേടായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒരു പൗഡർ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒട്ടൽ നമ്മുടെ കൈയിലെ ആ സ്റ്റിക്നെസ് ഒന്ന് പോയി കിട്ടും. അപ്പം ഈ ഗ്ലൂ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റോണിൻ്റെ മുകളിലൊക്കെ പശ വരാത്ത രീതിയിൽ സൂക്ഷിച്ച് വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ലെയറിൽ ഞാൻ ഒന്നുകൂടി പച്ച തേച്ച് ഇതേപോലെ കൊടുക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് സർദോസി സ്പ്രിങ് ഒട്ടിച്ചു കൊടുക്കണം. ഒരു ബോർഡറിന് വേണ്ടിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. സർദോസി സ്പ്രിങ് നമുക്ക് ഈ എംബ്രോയ്ഡറിക്ക് ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാനും യൂസ് ചെയ്തിട്ടുള്ള സ്പ്രിങ് ആണ്. അത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്പ്രിങ് ആണ്. ഇതേപോലെ ഞാൻ അത് നേരത്തെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ പെട്ടെന്ന് ഒട്ടിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് റൗണ്ടിൽ കൊണ്ടുവരിക. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കി കമ്മലിൻ്റെ പോർഷൻസിൻ്റെ പണി നോക്കാം. ഹാങ്ങിങ്ങിനായിട്ട് സെയിം കളർ ടാബ്ലറ്റ് ബീഡ്സ്, പിന്നെ കുറച്ച് ഓഫ് വൈറ്റ് ലോറിയൽ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലൊരു ഐപ്പിൻ എടുക്കുക. ഇതിൻ്റെ ഈ ലൂപ്പ് ഇതേപോലെ ഒന്ന് അകത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഹാങ്ങിങ്ങുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ഈ ടാബ്ലറ്റ് ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതേപോലെയുള്ള ഹാങ്ങിങ്ങുകൾ ഉണ്ടാക്കിയെടുക്കാം. ഫ്യൂസ് വയർ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, അതല്ല ഹാങ്ങിങ് ആയിട്ട് തന്നെ വാങ്ങാനും കിട്ടും. ഇനി ഞാൻ ലോറിയൽ ബീഡ്സ് ഓരോന്നായി ഇട്ട് കൊടുക്കുകയാണ്. ലോറിയൽ ബീഡ്സ് ഞാൻ ഒരു 5 or 6 ഇടാൻ ശ്രമിച്ചായിരുന്നു, പക്ഷേ അത് നമുക്കവിടെ സ്പേസ് തയ്യാത്തതുകൊണ്ട് അത് താഴെ പോവുകയായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 4 ലോറിയൽ ബീഡ്സ് ആണ് ഇവിടെ ഇട്ട് കൊടുത്ത് ലോക്ക് ചെയ്യുന്നത്. കുറച്ചധികം ലോറിയൽ ബീഡ്സ് ഉണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, വേണമെങ്കിൽ നമുക്കൊരു ജംറിങ്ങിലേക്ക് നമുക്ക് ഇതിനെ കോർത്തെടുത്തതിന് ശേഷം ആ ഐപ്പിന്നിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ ഈ ഐപ്പിന്നിൽ തികയുന്ന അത്രയും ബീഡ്സ് മാത്രം ഇട്ട് അങ്ങ് ലോക്ക് ചെയ്യുകയാണ്. ഇതിവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത പെയറിനും കൂടി ഉള്ളത് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ഒട്ടിച്ച കമ്മലിൻ്റെ സ്റ്റഡ് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇതേപോലെ ചേർത്ത് പിടിച്ച് കട്ട് ചെയ്ത് എടുക്കണം. ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ ആ തുമ്പൊന്നും കാണാത്ത രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ അതേ ഷേപ്പിൽ ഒരു വാക്സ് ഷീറ്റും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ആ സ്റ്റഡ് പോർഷൻ്റെ സെയിം ഷേപ്പിൽ. ഇനി നമുക്ക് ഈ ഒരു ഹാങ്ങിങ് നമുക്ക് ഈ സ്റ്റഡ് പോർഷനിലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ നീളം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ നീളം കൂടി ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് നമുക്ക് ഈ കമ്മലിൻ്റെ മറ്റേ ജോഡിയിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഈ നീളത്തിൽ ഞാൻ
കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു കമ്മലിന് വേണ്ട പോർഷൻസ്. ഇനി നമുക്ക് ഈ സ്റ്റഡ് പാർട്ടിൻ്റെ ബാക്കിലോട്ട് ഈ താഴെയായിട്ട് മധ്യഭാഗത്ത് പശ തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഹാങ്ങിങ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ബാക്ക് സ്റ്റഡും കൂടെ വെച്ച് കൊടുക്കണം. ഇതേപോലെ പശ തേച്ചതിന് ശേഷം ഇവിടെയായിട്ട് ഈ മധ്യഭാഗത്ത് മുകളിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനി ചുറ്റും പശ ഒന്നുകൂടെ തേച്ച് കൊടുക്കുകയാണ്. നമുക്ക് വാക്സ് ഷീറ്റും കൂടെ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. വാക്സ് ഷീറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്തെ ഒന്ന് ഹൈഡ് ചെയ്യാനും അതേപോലെ നമ്മൾ കാതിൽ കമ്മലിടുമ്പോൾ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ്. ഞാൻ ഈ വാക്സ് ഷീറ്റിൻ്റെ മധ്യഭാഗത്ത് ഓൾറെഡി ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ വാക്സ് ഷീറ്റിനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാക്സ് ഷീറ്റ് ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കമ്മലിൻ്റെ സൈഡ് വശത്ത് പുറത്തേക്ക് നിൽക്കുന്ന വാക്സ് ഷീറ്റിൻ്റെ ആ പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഫൈനൽ ഫിനിഷിംഗ് എല്ലാം പൂർത്തിയാക്കി. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്ക് സ്റ്റോപ്പർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വ്യൂ നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.